മന്ത് ഓഫ് പ്രയറിൻ്റെ 18ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചെറിയൊരു കഥ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെറിയൊരു ചിന്തയിലേക്ക് നമുക്ക് കിടക്കാം. ഒരിക്കൽ ഒരു വില്ലേജിൽ, ഒരു ഗ്രാമത്തിൽ ഒരു മോനും ഒരു അമ്മയും താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രാമത്തിൽ പലപ്പോഴും കറണ്ട് കാണത്തില്ല. അപ്പോൾ ഒരു ദിവസം വൈകിട്ട് അവിടെ കറണ്ടില്ല. അപ്പം പെട്ടെന്ന് കറണ്ട് കട്ട് ആയപ്പോഴത്തേക്കിന് വീട്ടിനകത്ത് ഭയങ്കര ഇരുട്ട്. ആ കൊച്ചു മോൻ്റെ ഹൃദയത്തിൽ പെട്ടെന്നൊരു ഭയം പോലെ കയറി വന്നു. അപ്പം അമ്മ എന്ത് ചെയ്തു? അമ്മ നോക്കിയപ്പോൾ മെഴുകുതിരി ഒന്നുമില്ല. വേഗത്തിൽ അവിടെ ഒരു ചെറിയ വിളക്കുണ്ടായിരുന്നു. ആ വിളക്ക് വേഗത്തിൽ കത്തിച്ചു. അപ്പോൾ ആ ഇരുട്ട് നിറഞ്ഞ മുറിയിൽ ആ വിളക്ക് കത്തിച്ചപ്പോൾ കുഞ്ഞൊരു വെട്ടത്തിൽ ചെറിയ ആ ഇരുട്ട് ഒന്ന് മാറി ചെറിയൊരു വെട്ടം വന്നു. അപ്പോൾ മോൻ്റെ ഹൃദയത്തിൽ പെട്ടെന്നൊരു സന്തോഷം തോന്നി. ആ ഭയമുണ്ടായിരുന്നു, ഇരുട്ടന്നെ ഭയമുണ്ടായിരുന്നു. ആ ഭയമെല്ലാം മാറി സമാധാനത്തോടെ അവിടെ ഇരിക്കുമ്പോൾ ആ മോന് അമ്മയോട് ചോദിച്ചു, അമ്മ എന്തിനാ പെട്ടെന്ന് ഈ വിളക്ക് കത്തിച്ചേ? നമുക്ക് കറണ്ട് വരുന്നവരെ ഒന്ന് ഇരിക്കാമായിരുന്നല്ലോ. അപ്പം അമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട്. അമ്മ പറഞ്ഞു, മോനെ, അത്രയും നേരം നമുക്ക് ആ ഇരുട്ടത്തിലിരിക്കണ്ടേ? മോനെ പേടിയും ഉള്ളിൽ വരത്തില്ലേ? നമ്മൾ എത്ര നേരം നമുക്ക് ഇരുട്ടത്തിലിരിക്കാൻ കഴിയും? എന്നാൽ ആ ചെറിയ വിളക്ക് കത്തിച്ചപ്പോൾ ഒരു വെട്ടം വന്നപ്പോൾ ആ സമയത്ത് നമുക്കൊരു സമാധാനം, ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ വന്നു. എന്നിട്ട് ആ മോൻ എന്താ ചെയ്തെന്നറിയാം? വേഗത്തിൽ അന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ ചെറിയൊരു വെട്ടം തന്നെ ഞാൻ ഒത്തിരി നന്ദി. അനേകർക്ക് ഞാൻ ഒരു വെട്ടമായി മാറുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ആ അമ്മയും മോനും അവിടെ കിടന്നുറങ്ങാനായിട്ടിടയായി. നമ്മൾ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ടോ, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുന്നുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ പ്രാർത്ഥിച്ച എന്താ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാലോ. ഒന്ന്, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ പ്രാർത്ഥിച്ചാൽ യേശു പ്രാർത്ഥിക്കുന്ന പോലെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. എൻ്റെ യേശുപ്പച്ചൻ എങ്ങനെ പ്രാർത്ഥിച്ച് അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഒന്ന്. രണ്ടാമത്തത്, വി വിൽ ഫീൽ ഗോഡ്സ് ഫീലിംഗ്. ദൈവത്തിൻ്റെ ഹിതം എന്താണ്, ദൈവത്തിൻ്റെ ഫീലിംഗ് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്ന്, ദൈവത്തിൻ്റെ ചിന്തകൾ. വി വിൽ തിങ്ക് ഹൗ ഗോഡ്സ് തിങ്കിങ്. ദൈവത്തിൻ്റെ ചിന്തകൾ, ദൈവത്തിന് എങ്ങനെ യേശു നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നോ, യേശുപ്പച്ചൻ എന്താ ചിന്തിക്കുന്നത് അതുപോലെ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അപ്പം ദൈവഹിത പ്രകാരം നമ്മൾ പ്രാർത്ഥിച്ചാൽ യേശുപ്പച്ചൻ എങ്ങനെ പ്രാർത്ഥിച്ചോ അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ ചിന്തകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മുടെ ലൈഫിനെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ കഴിയും. നമ്മുടെ ലൈഫിനെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മുടെ ബൈബിളിൽ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. ഹന്നായുടെ പ്രാർത്ഥന. ഹന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ച്? ഹന്ന കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം ആ പ്രാർത്ഥന കേട്ടു. അവൾക്കൊരു സാമുവേലിനെ ദൈവം കൊടുത്തു. അപ്പം നോക്കിക്കോ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ആ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമുണ്ട്. രണ്ടാമത് എക്സാമ്പിൾ നമ്മൾ നോക്കിയ ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദാനിയേൽ 3 തവണ മുട്ടുകുത്തി ദൈവത്തിന് പ്രാർത്ഥിച്ചു. ദാനിയേൽക്ക് ദൈവം മറുപടി കൊടുത്തു. നെക്സ്റ്റ്, എബേസിൻ്റെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് നല്ലോണം അറിയാം. എബേസിന് ചെറിയൊരു പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥന എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ അതിരുകളെ വിസ്താരമാക്കണമേ എന്ന് പലപ്പോഴും എബേസ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈ ചെറിയ പ്രാർത്ഥന ദൈവം കേട്ടു, എബേസിൻ്റെ അതിരുകളെ വിസ്താരമാക്കി. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു ചെറിയ അത്ഭുതം, പ്രാർത്ഥനയിൽ കൂടി ഞാൻ അനുഭവിച്ച ഒരു അത്ഭുതം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഈ റൈറ്റ് ഇയറിൽ ഒരു ചെറിയ വേദന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ആ സമയത്ത് ഞാനും എൻ്റെ മമ്മിയും മാത്രമേ ഉള്ളൂ വിശ്വാസത്തിൽ. എൻ്റെ പിതാവ് വിശ്വാസത്തിൽ വന്നിട്ടില്ല. അപ്പം ഈ ഒരു ചെറിയ വേദന വന്നു. ആ സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനോ നമ്മുടെ കയ്യിൽ സാമ്പത്തികം ഒന്നും ഇല്ലാത്തതുകൊണ്ട്, എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം സൗഖ്യം തരും എന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷേ ആദ്യത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരുന്നു, ദൈവം എൻ്റെ വേദന അറിയുന്നുണ്ടല്ലോ എന്ന ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ ഈ വിഷയത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. അങ്ങനെ ഒരു ദിവസമായി 2 ദിവസമായി മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങി. ഈ ചെവിയുടെ വേദന എനിക്ക് കൂടിക്കൂടി വരിക, കുറയുന്നില്ല, കൂടി വരിക. എന്നിട്ട് ഞാൻ സഹിക്കാൻ വയ്യാതായപ്പം അങ്ങനെ ഏകദേശം ഒരു 5 ദിവസം ആയപ്പോഴത്തേക്കിന് എനിക്ക് വേദന കൂടിയിട്ട് ഇവിടെ എല്ലാം നീര് പോലെ വന്നു. ചെവിയിൽ പസ് ഒഴുകാനായിട്ട് തുടങ്ങി. അപ്പം അന്ന് ഹോസ്പിറ്റലിൽ പോകാനോ നമ്മുടെ കയ്യിൽ യാതൊരു വഴിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു തോർത്ത് വെച്ച് കഴുത്തിന് ചുറ്റിനും കെട്ടി വെച്ചു. എന്താ ചോദിച്ചാൽ പസ് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിയപ്പോഴത്തേക്ക്. അന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. ദൈവം അങ്ങനെ
ഞാൻ പലപ്പോഴും ചിന്തിച്ചത് ദൈവം കർത്താവിന് അറിയാമല്ലോ എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. സഹിക്കാൻ വയ്യാതായപ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റൽ മരുന്ന് വാങ്ങിച്ചു. മരുന്ന് വാങ്ങിച്ചിട്ട് ഞാൻ തിരികെ വന്നിട്ട് ഈ മരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നി, "പ്രീതി, നിൻ്റെ ഈ വിഷയത്തിന് വേണ്ടിയിട്ട് നീ പ്രാർത്ഥിച്ചായിരുന്നു." ശരിയാ, ഞാൻ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഞാൻ ചിന്തിച്ചത്, എടാ ദൈവം ഇത് കാണുന്നുണ്ടല്ലോ, ദൈവത്തിന് അറിയാമല്ലോ എന്നൊക്കെയായിരുന്നു ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ അന്ന് ഞാൻ എന്ത് ചെയ്തു, ഈ എടുത്ത മെഡിസിൻ ഞാൻ കഴിച്ചില്ല. ഞാൻ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ വാങ്ങിച്ചു. ഉച്ചയ്ക്കത്തെ മെഡിസിൻ കഴിക്കാനായിട്ട് കയ്യിലെടുത്തപ്പോൾ ആരോ എൻ്റെ മനസ്സിലേക്ക് പറയുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ എന്തോ ചെയ്തു, ആ മെഡിസിൻ കഴിച്ചില്ല. അന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ട് ഞാൻ വീണിട്ട് പോയി മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് സൗഖ്യം വേണം. അന്ന് ദൈവത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ വിഷയത്തിൽ പ്രാർത്ഥിച്ചില്ല. ഞാൻ വിശ്വസിച്ചു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. അന്ന് രാത്രിയിൽ ഞാനും എൻ്റെ മാതാവും അല്ലെങ്കിൽ എൻ്റെ മമ്മിയും ഞങ്ങൾ രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അന്ന് രാത്രി ഞങ്ങൾ എഴുന്നേറ്റു. 2:45 ഞാൻ പെട്ടെന്ന് ചാടി. 2:45 ആരോ എന്നെ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്നോട് ഇങ്ങനെ ഞാൻ കേട്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ്, "പ്രീതി വേഗം എഴുന്നേക്ക്, ഞാൻ എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കിയിരിക്കുന്നു." ഈ ഒരു ശബ്ദം കേട്ടിട്ടാണ് ഞാൻ വേഗത്തിൽ ചാടി എഴുന്നേൽക്കുന്നത്. ഞാൻ വേഗത്തിൽ ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് ഞാൻ എൻ്റെ കൈക്കൊക്കെ ഒന്ന് തൊട്ട് നോക്കി, ചെവിയിലാക്കി തൊട്ട് നോക്കിയപ്പോഴത്തേക്കിന് എനിക്ക് വേദനയില്ല. ആ മുഖമെല്ലാം ഭയങ്കര നീരായിരുന്നു. ആ നീരെല്ലാം പോയി. പസ് ഒഴുകി വരുന്ന അവിടെ എല്ലാം ഉണങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ വേഗത്തിൽ എൻ്റെ മമ്മിയെ ഞാൻ വിളിച്ച് എണീപ്പിച്ചിട്ട് മമ്മിയോട് പറഞ്ഞു, ദൈവം എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കിയിരിക്കുന്നു. നോക്കിക്കേ, പലപ്പോഴും നമ്മുടെ ഉള്ളിലെ ചിന്ത നമ്മൾ വിചാരിക്കണം, ദൈവത്തിന് അറിയാമല്ലോ, കർത്താവ് എന്നെ കാണുന്നുണ്ടല്ലോ. പക്ഷേ ദൈവം ചില കാര്യത്തിലെ കർത്താവ് ഭയങ്കര ജലസാണ്. എന്താണെന്നറിയാമോ? നമ്മൾ കർത്താവിൻ്റെ സ്വന്തം മക്കളാണ്. നമ്മളെ പലപ്പോഴും നമ്മുടെ മക്കൾ നമ്മളോട് സംസാരിക്കാതിരുന്നാൽ നമുക്ക് വിഷമം തോന്നത്തില്ല. അതുപോലെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയ ദൈവത്തിനും ചില കാര്യത്തിൽ ഭയങ്കര ജലസാണ്. എൻ്റെ കുഞ്ഞ് എന്നോട് പറഞ്ഞല്ലോ, അവൾ ഈ വേദന അനുഭവിക്കുന്നുണ്ടല്ലോ, അവൾ ഈ കഷ്ടം അനുഭവിക്കുന്നുണ്ടല്ലോ, അവൾക്ക് ഈ ആവശ്യമുണ്ടല്ലോ, അവൾ എന്നോട് സംസാരിച്ചില്ലല്ലോ, അവൾ എന്നോട് ഈ വിഷയം പറഞ്ഞില്ലല്ലോ എന്നൊരു ചെറിയ ജലസ് ഒരുപക്ഷെ നമ്മുടെ ഈശോപ്പച്ചനെ കാണത്തില്ലേ, ദൈവത്തിനെ കാണും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ, നമുക്ക് വേണ്ടിയ നമ്മുടെ ജീവിതത്തിലെ വേദനകളായിരിക്കാം, ചിലപ്പോൾ ഭാരങ്ങളായിരിക്കാം, നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ഭാരങ്ങൾ, നമ്മുടെ ജോലിയെക്കുറിച്ചുള്ള ഭാരമായിരിക്കാം, നമ്മുടെ ശുശ്രൂഷ മേഖലയിലുള്ള ഭാരമായിരിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെ ചിന്തയുള്ള ഭാരമായിരിക്കാം. എന്തുമാകട്ടെ, ദൈവത്തോട് ഒരു വാക്ക് വേറിട്ടൊന്നിരുന്ന് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ദൈവം നമുക്ക് 24 മണിക്കൂർ നമുക്കൊരു ദിവസം തന്നിട്ടുണ്ട്. അതിനകത്തൊന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റിവെച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ, ദൈവത്തോടൊന്ന് സംസാരിച്ചാൽ, ദൈവം നമ്മുടെ വിഷയത്തിന് ദൈവം മറുപടി തരുന്നത് ദൈവം എന്നും ജീവിക്കുന്നു. ഇത് എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പം തുടർന്ന് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഭാരമുണ്ടെങ്കിലും ആ ഭാരം മൊത്തം കർത്താവിന് മേൽ ഇട്ടുകൊള്ളുകയാണ് ദൈവം നമ്മളോട് പറയുന്നത്. ആ ഭാരം വഹിച്ചുകൊണ്ട് നടക്കാൻ ഒരിക്കലും കർത്താവ് സമ്മതിക്കത്തില്ല. നമ്മൾ പലപ്പോഴും കടകളിൽ പോകാറുണ്ടല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് നമ്മൾ കടകളിൽ പോകാറുണ്ട്. കുറേ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ചില സമയത്ത് നമ്മുടെ മക്കൾ എന്നോട്, ആ കുറച്ച് സാധനത്തെ ഞാൻ പിടിക്കാം. നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ വെയിറ്റുള്ള കവറ് കാണും, വെയിറ്റ് കുറഞ്ഞ കവറ് കാണും. ഈ ഒരിക്കലും വെയിറ്റുള്ള കവർ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നമ്മൾ കൊടുക്കാറില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? വെയിറ്റ് കുറഞ്ഞ കവറ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈ കൊടുക്കും. അപ്പോൾ നമുക്കറിയാം അത് വെയിറ്റ് ഭാരമാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് താങ്ങാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ ചില സമയം നമ്മൾ പറയും, വേണ്ട മോനെ ഞാൻ പിടിച്ചോളാം. അന്ന് ഒത്തിരി സാധനങ്ങൾ വരുമ്പോൾ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ഒരു കവർ നമ്മുടെ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്കും. ഈ ലോകപ്രകാരം ഒരു അമ്മയ്ക്ക്, ഒരു പിതാവിനൊന്ന് മനസ്സിലാക്കാൻ കഴിയുവാണെങ്കിൽ ഈ സർവശക്തനായ ദൈവം എന്തുകൊണ്ട് കർത്താവിനത് അറിയത്തില്ല. എന്നാൽ നമ്മൾ ദൈവത്തോടൊന്ന് ചേർന്നിരുന്നാൽ, ദൈവത്തോടൊന്ന് പറഞ്ഞാൽ, ദൈവത്തോടൊന്ന് സംസാരിച്ചാൽ ദൈവം നമ്മുടെ ശബ്ദം കേൾക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം അരുളും. അപ്പോൾ തുടർന്ന് ഈ ദിവസങ്ങൾ നമുക്ക് നമ്മുടെ സമയങ്ങളൊന്ന് മാറ്റിവെച്ച് ദൈവത്തിൽ നിന്ന് ഇരിക്കാനും, ദൈവത്തിൽ നിന്ന് ചിലതൊക്കെ പ്രാപിക്കാനും, ദൈവത്തിൻ്റെ ആ ശബ്ദം കേൾക്കാനും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്, നമ്മൾ സംസാരിക്കുമ്പോഴാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങൾ നമുക്കൊന്ന് വേറിട്ടിരിക്കാം. ആ ദൈവത്തിൻ്റെ നല്ല ശബ്ദം നമുക്ക് കേൾക്കാം. നമ്മുടെ ജീവിതം അനുഗ്രഹമാകാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.